മലയോര മേഖലയിൽ മുക്കം കാരശ്ശേരി ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ വെൽഫെയർ പാർട്ടി സഖ്യമില്ലാത്തത് യു.ഡി.എഫിന് തിരിച്ചടിയായതായി വിലയിരുത്തൽ. വെൽഫെയർ പാർട്ടിയെ കൂട്ടിയ കൊടിയത്തൂരിൽ യു.ഡി.എഫ് വലിയ വിജയം നേടുകയും ചെയ്തു. സംസ്ഥാനത്തും കോഴിക്കോട് ജില്ലയിലും യു.ഡി.എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും മലയോര മേഖലയിൽ ചില പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലും യു.ഡി.എഫ് നേട്ടം ആവർത്തിക്കാതിരുന്നത് ചർച്ചയാവുന്നു. വെൽഫെയർ പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള മുക്കം നഗരസഭയിലും കാരശ്ശേരി പഞ്ചായത്തിലും യു.ഡി.എഫ് ഭരണം ലഭിക്കാതിരിക്കാൻ കാരണം വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലാത്തതെന്നാണ് പ്രധാന ആരോപണം. മുക്കത്ത് കേവല ഭൂരിപക്ഷമായ 18 സീറ്റുകൾ ഇടതുമുന്നണി നേടി. ഒറ്റയ്ക്ക് മത്സരിച്ച വെൽഫെയർ പാർട്ടി 4 സീറ്റുകൾ നേടുകയും ചെയ്തു. ഒരു സീറ്റിൽ 2ാം സ്ഥാനത്തും വെൽഫെയർ പാർട്ടി എത്തി. 3 സീറ്റ് ആവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടിക്ക് അത് നൽകാതിരുന്നത് പ്രാദേശിക എതിർപ്പുകൾ മൂലമാണ്. ഇത് പരിഹരിക്കുന്നതിൽ വലിയ പരാജയമാണ് നേതൃത്വത്തിന് ഉണ്ടായത്. നിലവിൽ യു.ഡി.എഫിനും വെൽഫെയർ പാർട്ടിക്കും കൂടി 15 സീറ്റുകൾ നഗരസഭയിൽ ലഭിച്ചിട്ടുണ്ട്. സഖ്യമുണ്ടായിരുന്നെങ്കിൽ 4 സീറ്റുകളെങ്കിലും നേടാൻ സാധിക്കുമായിരുന്നുവെന്നും അതോടെ ചുരുങ്ങിയത് 19 സീറ്റെങ്കിലും നേടി അധികാരത്തിലെത്താമായിരുന്നുവെന്നും പറയപ്പെടുന്നു. കാരശ്ശേരി പഞ്ചായത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 12 LDF, 8 UDF എന്നിങ്ങനെയാണ് കക്ഷിനില. വെൽഫെയർ പാർട്ടി സഖ്യമായിരുന്നെങ്കിൽ 4 സീറ്റെങ്കിലും അധികം ലഭിക്കുമായിരുന്നുവെന്നും പ്രവർത്തകർ പറയുന്നു. അതേസമയം വെൽഫെയർ പാർട്ടി UDF സഖ്യത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കൊടിയത്തൂരിൽ 19-ൽ 13 സീറ്റുകൾ നേടാനും UDFിനായി. ന്യൂസ് ബ്യൂറോ, മുക്കം.